പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒക്ടോബർ 2 വ്യാഴാഴ്ച. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവിൽ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 19 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവെ, ചില കൊച്ചു വരുമാനം കൊണ്ട് കുടുംബം ജീവിക്കുന്നുണ്ട് ഈശോയെ. അതിൻ്റെ മേലെ കർത്താവ് അതിനേക്കാൾ വലിയ കച്ചവടങ്ങളൊക്കെ വരുമ്പോൾ കച്ചവടം കുറഞ്ഞതിൻ്റെ പേരിൽ അവിടുന്ന് നിർത്തിപ്പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ഈശോയെ. പലരും പേടിച്ച് ജീവിക്കുന്നുണ്ട് ഈശോയെ. ഈശോയെ, ഒരു തൊഴിൽ സംഭരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനേക്കാൾ മുതൽ അതേ ജോലി തന്നെ അവിടെ തന്നെ വന്ന് ചെയ്യണ കാരണം കർത്താവെ, ഇനി ജീവിക്കേണ്ട കാര്യമില്ല, ഇനി എനിക്കറിയാവുന്ന തൊഴിൽ ഇതാണ്,
ഇതും കൊണ്ട് എന്നെ പൊറുപ്പിക്കത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സ് നീർവേദനിക്കുന്നവരെ ഞാൻ പരിശുദ്ധ ദൈവമാതാവിനെ ഏൽപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ ദൈവശക്തി അനുഗ്രഹിക്കപ്പെടട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവരെ, കുഞ്ഞുങ്ങൾ രോഗം വന്നിട്ടും പോകാതെ അങ്ങനെ മനസ്സും മടുത്ത് കുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. എല്ലാ സന്തോഷവും പോയവരുണ്ട്. കുഞ്ഞുങ്ങൾ ജനിച്ചതിൻ്റെ പേരിൽ അവർക്കുണ്ടാകുന്ന മാരകമായ രോഗങ്ങൾ, മാറാത്ത രോഗങ്ങൾ കാരണം ജീവിതം തീർന്നെന്ന് വിചാരിച്ചിട്ട് ആ കുരിശിൽ ചുമന്നുണ്ടാക്കുന്നവരുണ്ട്. ഈശോയെ, അവരെല്ലാം നീ ശക്തിപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിനക്ക് താങ്ങാനാവാത്ത പ്രലോഭനം ഞാൻ നിനക്ക് നൽകത്തില്ലെന്ന് പറഞ്ഞ പോലെ കർത്താവ്, ഒരു മനുഷ്യനും താങ്ങാനാവാത്ത ദുഃഖം കൊടുത്ത് കർത്താവ് അവർ വീണപാട്ടത്തിന് കിടന്ന് അഴുകിപ്പോകാതിരിക്കാൻ കർത്താവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. നീ എഴുന്നിരുന്ന് നടക്കുക. ദൈവവേദന സാമ്പത്തിക കടങ്ങളുള്ളവർ, ജപ്തി നടപടിയുള്ളവർ, വന്ന് പെട്ടുപോയവർ, അന്യൻ്റെ കൈകളിലെ അധ്വാനത്തിൻ്റെ ഫലങ്ങൾ അകപ്പെട്ടു പോയവർ, അത് കേസായി പോയവർ, ഭാഗോടമ്പടി നടക്കാത്തവർ, ജോലി ലഭിക്കുമെന്ന് വിചാരിച്ചിരുന്നിട്ട് അത് അങ്ങനെ ആശിച്ച് മോഹിച്ചൊക്കെ ഇരുന്നതും അതും നഷ്ടപ്പെട്ടിരിക്കട്ടെ. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പല വിഷമിക്കുന്നവർ, അങ്ങോട്ടും ഇവിടെ കുറ്റം പറഞ്ഞ് എൻ്റെ കുഴപ്പമാണ്, ഞാൻ അന്നേ പറഞ്ഞതില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റം വിധിക്കാനും നമ്മളെ കൊച്ചാക്കാനും ചെറുതാക്കാനും വെറുമയാക്കാനും അനേകം പേര് നിൽക്കും. കർത്താവ്, നീ മാത്രമേ അവർക്കുള്ളെന്ന് ഓർക്കണമേ. അയൽവാസികൾ തമ്മിൽ ഭിന്നതയും പുറത്തോട്ടിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുള്ളവർ, വിറ്റുചുട്ട് പോയാൽ മതി, പക്ഷേ വിറ്റിക്കാൻ ആൾക്കാർ സമ്മതിക്കണമില്ല. ആ രീതി കിടന്ന് വിഷമിക്കുന്നവരുണ്ട്. സ്ഥലം വിറ്റ് മാറാൻ പറ്റാത്തവരുണ്ട്. വഴിയില്ലാത്ത സ്ഥലം എടുക്കാത്ത അവസ്ഥകളുണ്ട്. അതുകൊണ്ട് തന്നെ കൊത്തിക്കൊണ്ട് പറക്കാനും പറ്റത്തില്ല, എടുത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അകപ്പെട്ടു പോയവരുണ്ട്. എൻ്റെ കർത്താവിൻ്റെ ഉന്നത നാമത്തിൽ ഇരുമ്പ് ചങ്ങലകളെ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഈ സ്റ്റാറ്റസിനെ ടോർപ്പഡോ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ അനുഗ്രഹത്തിൻ്റെ അണക്കെട്ടുകളാണ് തുറക്കാൻ പോണത്. അതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ, ഇപ്പോൾ ഈ സാത്താനില്ലേ, സാത്താൻ യേശുവിൻ്റെ അടുത്ത് ഉയർത്തണ വെല്ലുവിളികൾ, ചാലഞ്ചസ് എന്താണ്? സ്റ്റാറ്റസിൻ്റെ ചാലഞ്ചസാണ്. ആദ്യം സാത്താൻ ചെയ്യണത് യേശുവിൻ്റെ സ്റ്റാറ്റസിനെ ക്വസ്റ്റ്യൻ ചെയ്യും. നമ്മുടെയൊക്കെ ആരെങ്കിലും സ്റ്റാറ്റസിനെ ക്വസ്റ്റ്യൻ ചെയ്താണ്ടല്ല, അപ്പം നമ്മളെ നിറം മാറും. പിന്നെ നമ്മളത് അവൻ പറഞ്ഞ തെറ്റാണെന്ന് പറയാൻ വേണ്ടി നമുക്കൊരു വെല്ലുവിളി, ഒരു പ്രലോഭനമുണ്ട്. ടെംപ്റ്റേഷൻ. യു ആർ സേയിങ് അട്ടർ നോൺസെൻസ്. നിങ്ങൾ എന്നെ വെല്ലുവിളിക്കൊന്നും വേണ്ട, ഞാനത് തന്നെയാണെന്ന് പറയും. അത് പറയിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് യേശുവിൻ്റെ സ്റ്റാറ്റസിന് ഇവൻ ഇതാണ്, നീ ദൈവപുത്രനാണ് സ്റ്റാറ്റസ് അല്ലേ. നീ ദൈവപുത്രനാണെങ്കിൽ എന്നിട്ട് ഒരു അസൈൻമെൻറ്റ് കൊടുക്കും. അപ്പം നമുക്ക് ഒരു പ്രലോഭനം തോന്നും. എന്താ ചെയ്യാൻ സാത്താൻ ചെയ്യണത്? എന്താണ്? നമ്മൾ കല്ലുകൾ അപ്പമാക്കി കാണിക്കും. പക്ഷേ ഇനി വരാൻ പോകുന്ന ജനതയ്ക്ക് മുഴുവൻ എല്ലാവരും കല്ലപ്പമാക്കാൻ പറ്റുമോ? അപ്പോൾ വിശപ്പ് എന്നുള്ളൊരു വിഷയത്തെ ജീസസ് വളരെ തന്ത്രപരമായിട്ട് വിശപ്പുമായിട്ട്, മാനവരാശിയുടെ മുഴുവൻ വിശപ്പുമായിട്ട് യേശു വിശപ്പെന്ന് പറയുന്ന വലിയ ആ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന വിഷയവുമായിട്ട് ഈശോ കണ്ടുമുട്ടുന്ന സമയമാണത്. പല ആൾക്കാരും വിശപ്പിൻ്റെ പേരിലാണ് ദൈവത്തെ തള്ളി പറയണത് അല്ലേ. വിശപ്പിൻ്റെ പേര്, നിരീശ്വരവാദത്തിൻ്റെ ഒരു ഭാഗം വരണത് വിശപ്പ് ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോഴാണ്. യൂറോപ്പ് നിരീശ്വരവാദത്തിലേക്ക് ഇപ്പോൾ പോണത് അവർക്ക് വിശപ്പില്ലാത്തത് കൊണ്ടാണ്. ഇപ്പോൾ വിശപ്പ് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. അപ്പോഴേ ഈശോ എന്താ പറയണത്? വിശപ്പിനെ കുറിച്ച് എന്താ പറയണത്? ലൂക്കാ 4:3 വായിച്ചേ. അപ്പോൾ പിശാച് അവനോട് പറഞ്ഞു, നീ ദേവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക. യേശു അവനോട് പറഞ്ഞു, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് നമ്മൾക്ക് ഡീപ്രമോട്ട് ചെയ്യാം, പക്ഷെ വേറെ ആൾക്കാർ നമ്മളെ ഡീപ്രമോട്ട് ചെയ്യാം. ഇപ്പം ഇനി ദൈവപുത്രനല്ല എന്നാണല്ല പിശാച് പറയണത്. അതുപോലെ നിങ്ങൾ ചെയ്യണത് ശരിയല്ല, നിങ്ങൾ തട്ടിപ്പാണെന്ന് പറയുന്ന ആൾക്കാരില്ലേ,
ചിലർ അങ്ങോട്ടും വഴക്കിടുമ്പോൾ നിങ്ങൾ സ്റ്റാറ്റസ് ഡീപ്രമോട്ട് ചെയ്തിട്ട് നിങ്ങൾ സൂത്രശാലിയാണ്, എനിക്ക് ഇപ്പോഴാണ് നിങ്ങളെ മനസ്സിലായതെന്നൊക്കെ ഭാര്യ അപ്പം ഭർത്താവിനോട് പറയാൻ കേട്ടിട്ടില്ലേ? അപ്പോൾ ഭർത്താവ് ചോദിക്കും, നിനക്ക് എന്നാ കുന്തം മനസ്സിലായെന്നാ പറയണത് എന്ന് തിരിച്ചു ചോദിക്കും. ഒരു കാര്യം, ഇപ്പം സ്റ്റാറ്റസ് ഒരു പ്രോബ്ലമാണ്. മാതാവ് ഈ വിഷയത്തിൽ പറയുമേ, ശക്തനായവൻ, ലൂക്കാ 1:49, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അതെന്താണ് വലിയ കാര്യം? എന്താണ്? ലൂക്കാ 1:48, അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഈ സ്റ്റാറ്റസ് മാതാവ് സ്വയമായിട്ട് ചുരുക്കി ലോ ചെയ്ത്, അതാണ് താഴ്മയെന്ന് പറയണത്. മറ്റുള്ളവർ സ്റ്റാറ്റസ് ലോ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാറ്റസ് ഉയർത്താൻ വേണ്ടിയാണ് ആൾക്കാർ ശ്രമിക്കണത്. പക്ഷേ ആധ്യാത്മിക മാർഗം എന്ന് പറയണത്, മറ്റുള്ളവർ നമ്മുടെ സ്റ്റാറ്റസ് ലോ ചെയ്യുമ്പോൾ നമ്മളും അത് അക്സെപ്റ്റ് ചെയ്ത് സ്റ്റാറ്റസ് ലോ ചെയ്യണം. എന്താ കാര്യം? ശക്തനായവൻ അവിടെ നിനക്ക് വലിയ കാര്യങ്ങൾ ചെയ്ത്, അതായത് ആ ഉയർത്തിയിരിക്കുന്നത് പറഞ്ഞാൽ ഉയർത്തിയിരിക്കണം. എന്താ പറഞ്ഞത്? ഉയർത്തിയിരിക്കണെ കുറിച്ച് എന്താ പറഞ്ഞത്? ലൂക്കാ 1:52, ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി. ആരുയർത്തി? നാട്ടുകാരും വീട്ടുകാരും പാർട്ടിക്കാരും അല്ല, പിന്നെ ആരാണ്? ദൈവം. ഇപ്പം ദൈവം ആരാണ് ഉയർത്തണത്? സ്റ്റാറ്റസ് ലോ ചെയ്യുന്നവരെ ഉയർത്തും. മറ്റുള്ളവർ സ്റ്റാറ്റസ് നമ്മളെ ലോ ചെയ്യുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം മാതാവിനെ പോലെ. അതിനെന്താ മാതാവ് ചെയ്തിരിക്കണത്? ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 19 എടുക്ക്. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അവസ്ഥ അറിയാമോ? ആ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അവരെന്താ അട്ടയന്മാരല്ലേ പറയണത്? അട്ടയന്മാരെന്താ പറയണത്? ദേ ഇതാണ് രാജശിശു, നമ്മളോട് പറഞ്ഞ പോലെ തന്നെ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് കിടക്കണം എന്ന് പറയും. അപ്പോൾ രാജശിശു പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് കിടക്കുന്ന കാര്യമാണ് ഈ അപ്പോസ്തലന്മാർ സ്റ്റാറ്റസ് അല്ല, ഈ അട്ടയന്മാർ സ്റ്റാറ്റസായിട്ട് പറയണത്. മറിയമാകട്ടെ ഈ വിഷയം ഹൃദയം സംബന്ധിച്ച് അത് അക്സെപ്റ്റ് ചെയ്യുന്നു. സ്റ്റാറ്റസ് ലോ ചെയ്ത് ദൈവം മറിയത്തിൻ്റെ സ്റ്റാറ്റസ് ലോ ചെയ്തത് മറിയം അക്സെപ്റ്റ് ചെയ്തു. അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. 5ാമത്തെ ദൈവരഹസ്യത്തിൽ എന്താ പറയണത്? സ്വലോകങ്ങളുടെ രാജ്ഞിയായി മുട്ടിത്തെരിപ്പിക്കപ്പെടുമ്പോൾ ഈ സ്റ്റാറ്റസ് ഉയർത്തിയ ആളെയാണ്, സ്റ്റാറ്റസ് താഴ്ത്തിയ ആളെ ദൈവം ഉയർത്തിക്കൊണ്ട് വരേണ്ടതാണ്. സ്വർഗത്തിൻ്റെ സ്റ്റാറ്റസിന് വേണ്ടിയാണ് ഭൂമിയിൽ നമ്മൾ ദൈവവചനത്തിൽ അധിഷ്ഠാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സ്റ്റാറ്റസ് ലോ ചെയ്യണത്. അത് നമ്മൾക്ക് ലോ ചെയ്യാൻ പറ്റും. അടിച്ചേൽപ്പിക്കപ്പെട്ട ലോയുണ്ട്, മറ്റുള്ളവർ ആട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള സ്റ്റാറ്റസ് ലോ ചെയ്യുന്ന അവസ്ഥ ഉണ്ട്. ഇതെല്ലാം ആധ്യാത്മികതയുടെ വഴിയാത്രയിലുള്ള മൈൽ സ്റ്റോണുകളാണ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.